പിന്നെ സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ അമ്മയാണ്. അമ്മയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് അമ്മയ്ക്ക് പറയുന്നത് ഞാൻ തോന്നുന്നു 87 വയസ്സായി. അപ്പൊ 90 അടുക്കാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇത് 90 അടുക്കല്ലല്ലോ, 19 അടുക്കല്ലേ. കാരണം എന്നെക്കാളും ഊർജ്ജസ്വലയാണ്. കാരണം എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും അമ്മ സഞ്ചരിക്കുന്നു, ദിവസവും യാത്ര ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നീട്ടി പറയുന്നില്ല. അമ്മയ്ക്കും ഈ സമസ്ത യോഗ സംഗമത്തിലേക്ക് കൃത്യമായ സ്വാഗതം. ഇനി ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മുടെ ഡോക്ടറുടെ പത്നി നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. അവർക്കും ഈ സംഗമത്തിലേക്ക് സ്വാഗതം. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവർക്കും, യോഗപ്രേമികളായവർക്കും യോഗപ്രേമികളാവാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികള് നമ്മുടെ പുറകിലാണ് അവര്, പക്ഷെ അവർക്കും എന്റെയും ഈ കേന്ദ്രത്തിന്റെയും പേരിലും നമ്മളുടെ എല്ലാവരുടെയും പേരിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു. ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം യോഗ എന്ന സബ്ജക്ട് നമുക്കറിയാം. യോഗ എന്ന നമ്മുടെ സബ്ജക്ട് ഇന്ന് യോഗയാണ്. എന്തിനാണ് യോഗ? പലരും എന്തിനാണ് ഇതൊന്നും ചെയ്യാണ്ട് തന്നെ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചവരില്ലേ, ആരോഗ്യത്തോടെ വലിയ പ്രശ്നമില്ലാതെ. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് ആദ്യം വേണ്ടത്. ഒന്ന്, ആരോഗ്യത്തോടുകൂടി ജീവിച്ചു. ഓക്കെ, ഈ ആരോഗ്യം എന്നുള്ളതിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഇന്നിപ്പോ അതിന്റെ വന്നു നിൽക്കുന്ന 2 ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ആരോഗ്യത്തിന് ഇപ്പോ ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു പുതിയ ഡെഫിനിഷൻ, ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഒക്കെ പറഞ്ഞതൊക്കെ ഉണ്ട്. ഇന്നിപ്പോ വന്നിരിക്കുന്ന 2 ഫാക്ടേഴ്സ് ആണ് ഒരു മനുഷ്യൻ ആരോഗ്യവാനാണ് എന്നുള്ളതിനുള്ള ഒരു ക്രൈറ്റീരിയ. ഒന്ന്, enthusiasm to work, ജോലി ചെയ്യാനുള്ള സന്നദ്ധത. നമുക്കൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോ മിക്കവാറും നമ്മളെ കളിക്കാൻ പോയതിനെക്കാട്ടിൽ ചെയ്യുന്നതായിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. അയ്യോ ഇനി എഴുന്നേൽക്കണല്ലോ, മിക്കവാറും നമ്മളുടെ ഇത് എന്തോ കാരണങ്ങളുണ്ട്. ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട് യോഗ. ഒരു പോയിന്റ് അപ്പൊ നിശ്ചയിക്കാൻ സമയമില്ല. enthusiasm to work, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, enthusiasm to be compassionate. enthusiasm to be compassionate. ഈ 2 സംഗതികൾ ഉണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യമാണ്. എന്താണ് enthusiasm to be compassionate? വളരെ സിമ്പിൾ ആയിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാചകം ചൊല്ലിയാൽ അത് മനസ്സിലാവുന്നു. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവൻ അവന് ഗുണത്തിനായി വരുന്നത്. വിവേകാനന്ദജി തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതേ ഉള്ളൂ, ബാക്കി എല്ലാവരും ജീവനോടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇത് വേറെ ഒന്നല്ല, enthusiasm to be compassionate. ആ കമ്പാഷൻ തോന്നുന്നു. അവനവനെ മാത്രം സെൽഫ് സെന്റേഡ് ആയിട്ട് ജീവിക്കുമ്പോൾ ജീവിതമേ അല്ല. നിങ്ങൾ അങ്ങനെ ജീവിച്ചു നോക്കൂ, അപ്പോഴാണ് മനസ്സിലാവുക അതിന്റെ ഗുണം. ഈ 2 പോയിന്റ്സ് ആണ് ഒരു തരത്തിൽ നമ്മുടെ ആരോഗ്യത്തിന്. ഇനി ഒരു തരത്തിൽ നമ്മുടെ സ്ട്രിക്റ്റ് ആയിട്ട് യോഗിക് സയൻസിലേക്ക് വരുന്ന സമയത്ത് 4 തരത്തിലുള്ള ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് അതുണ്ടെങ്കിലേ ഒരു നമുക്ക് പൂർണ്ണ ആരോഗ്യമാണെന്ന് പറയാം. ഒന്ന്, ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ. ശാരീരികം,
മാനസികം, വൈകാരികം, ആധ്യാത്മികം. ഈ 4 തരത്തിലുള്ള ആരോഗ്യം ഉണ്ടാക്കുന്നത് നമ്മളെ ഒരു ആരോഗ്യവാനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് 4 പ്രദാനം ചെയ്യാൻ പറ്റിയ യാതൊരു ദൃഷ്ടിയില്ലാതെ പറയാൻ പറ്റും ഒരേ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ യോഗ. ബാക്കി ഫിസിക്കൽ എക്സസൈസിന്റെ സ്പോർട്സ്, ഗെയിംസ്, ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന്റെ ഒരു ആസ്പെക്ട് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ തരത്തിലുള്ള 4 തരത്തിലുള്ള ആരോഗ്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു മാർഗമില്ല. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സേഫസ്റ്റ്, ചീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തഡ് എന്താ വെച്ചാൽ ഒരു സംശയമില്ല യോഗയാണ്. ഞാനൊരു 10-11 വയസ്സാകുമ്പോഴാണ് യോഗയിലേക്ക് ഞാൻ എക്സ്പോസ്ഡ് ആവുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ 75ാമത്തെ വയസ്സിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്നും നമ്മൾ ഡെയിലി യോഗ ചെയ്യുന്നുണ്ട്. അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സംശയമില്ല, നമുക്ക് തന്നെ അനുഭവവേദ്യമല്ല, അവനവന് അനുഭവവേദ്യമാകാത്ത ഒരു സംഗതിയോട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ആരോഗ്യം കിട്ടാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഈ 4 തരത്തിലുള്ള ആരോഗ്യം കിട്ടാൻ ഒന്ന് ശാരീരികമായിട്ടുള്ള ആരോഗ്യം. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഈ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യോഗ ആസനങ്ങളുടെ മാതിരി, ഇത് പറയുമ്പോൾ യോഗ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കണം, മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബഹുഭൂരിപക്ഷം എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല, ഫോക്കസ് ചെയ്യുന്ന മുഴുവൻ കുറെ യോഗാസനങ്ങൾ, കുറച്ച് പ്രാണായാമങ്ങൾ. ഇതാണ് ശരിക്കും നമ്മൾ യോഗ എന്ന് പറയുന്ന ഇത് കംപ്ലീറ്റ് അതിന്റെ ടോട്ടാലിറ്റിയോട് കൂടി നോക്കുകയാണെങ്കിൽ യോഗ എന്ന് പറയുന്ന യോഗവും പ്രാണായാമത്തോടുകൂടി നിൽക്കുന്നില്ല. ആ പ്രാക്ടീസിൽ തന്നെ നമ്മൾ ദിവസേനയുള്ള സാധനയിൽ തന്നെ കഴിയുന്നതോടുകൂടെ മുഴുവൻ ഉൾപ്പെടുത്താൻ പറ്റില്ല. മുഴുവൻ ഉൾപ്പെടുത്തുന്നത് ദിവസം മുഴുവൻ ചെയ്യേണ്ടി വരും, അത് നടക്കുന്നില്ല. ആ കുറച്ച് സമയം എത്രയാണ് അവൈലബിൾ ടൈം, ആ ടൈമിൽ യോഗ ആസനങ്ങൾ വേണം, പ്രാണായാമങ്ങൾ വേണം, മുദ്രകൾ വേണം, ബന്ധകൾ വേണം, ഷക്രിയകൾ വേണം. പണ്ടൊക്കെ പറയണെന്ന് വെച്ചാൽ ഷക്രിയകള് നമ്മളെ ശരീരവും മനസ്സും വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 6 ക്രിയകൾ യോഗയിൽ പറയുന്നുണ്ട്. ആ 6 ക്രിയകൾ 6 മാസമെങ്കിലും ചെയ്തിട്ട് ശരീരം മനസ്സും വൃത്തിയാക്കിയതിന് ശേഷമേ യോഗാസനത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് വിധി. പക്ഷെ അതൊന്നും ഇപ്പൊ അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊന്നും നടക്കില്ല. എങ്കിലും നമ്മൾ യോഗ പ്രാക്ടീസിലെ ഷക്രിയയില് ഒരു 6 ക്രിയകളുണ്ട്. 6 മുതൽ 3 നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയത്. ഒന്ന് നമ്മൾ രാവിലെ ചെയ്ത കപാലഭാതി. കപാലഭാതി ഷക്രിയയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിയയാണ്. അതേമാതിരി നമ്മുടെ പ്രാണായാമത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാണായാമമാണ്. അപ്പൊ അത് രണ്ടിലും ഒരു 2 in 1, രണ്ടിന്റെയും ഗുണം കിട്ടും, കപാലഭാതി ഗുണം. അതേമാതിരി ത്രാടകം ആർക്കും ചെയ്യാം, ഒരു 5-10 മിനിറ്റ് ത്രാടകം ചെയ്യുന്നതിന് എന്താ ബുദ്ധിമുട്ട്, അത് ഷക്രിയയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്. അതേമാതിരി നീതി, ജലനീതി, സൂത്രനീതി. ജലനീതി വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഷക്രിയയിൽ ഈ 3 ചെയ്താൽ തന്നെ 90% ബാക്കി 3 കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നൗളിയുണ്ട്, വസ്തിയുണ്ട്, അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടില്ല. അങ്ങോട്ടൊന്നും പോയി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രമെങ്കിലും നമുക്ക് ഇഷ്ടം. അപ്പൊ നമ്മളെ ഡെയിലി യോഗ പ്രാക്ടീസിൽ ഈ ഷക്രിയയിൽ ഏതെങ്കിലും ഒന്ന്, കപാലഭാതി അഫ്കോഴ്സ് ഉണ്ട്, അതിന്റെ പുറമെ നമ്മൾ നീതിയൊക്കെ നമുക്ക് ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. ആകെ വളരെയധികം കോൺട്രാ ഇൻഡിക്കേഷൻസ്, ഒരു 3 ബ്ലീഡിങ്ങും കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ളവർ മാത്രം, ടോട്ടൽ നേസൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ ഉള്ളവർ മാത്രമേ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുള്ളൂ. യോഗാസനങ്ങള് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് യോഗാസനങ്ങളുടെ റോൾ എങ്ങനെയാ വരുന്നത് വെച്ചാല്, കാര്യങ്ങളെ നമ്മൾ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണ്. നമ്മളിപ്പോൾ 4 വയസ്സുള്ള പ്രായമായിട്ട് പത്മാസനത്തിലിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കുട്ടി പത്മാസനത്തിലിരിക്കും, ഇല്ലേ? 10 വയസ്സാകുമ്പോൾ കുട്ടികൾ ഓർമ്മ കുറച്ച് ബുദ്ധിമുട്ടാണ്, 20 ആകുമ്പോഴേക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായി, 30 ആകുമ്പോഴേക്ക് കുറച്ചും കൂടി വർഷമായി, 40, 50 ആകുമ്പോഴേക്ക് പിന്നെ തീരെ പറ്റില്ല. ഫസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആളുടെ സംബന്ധിച്ചിട്ടാ പറയണേ. ഇത് എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ പ്രായമാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ അവയവത്തിലും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അതിൽ മാംസപേശികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചേഞ്ച് അല്ല വെച്ചാൽ മാംസപേശികളൊക്കെ പതുക്കെ കുറുകാൻ തുടങ്ങാൻ, ഷോർട്ടനിങ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 10 ഇഞ്ച് നീളമുള്ള ഒരു മസിൽ 9.9 ആവും, 9.8 ആവും, 9, അങ്ങനെ പതുക്കെ കുറുകി വരിക. മാംസപേശികളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് ഓരോ എല്ലുകളിലാണ്, ബോൺസിലാണ്. അതെന്തിനാ വെച്ചാൽ ഈ മാംസപേശികൾ നമ്മുടെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷനിലാണ് നമ്മൾ ജോയിന്റ്സ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ മാംസപേശികളെ കുറുക്കാൻ തുടങ്ങുമ്പോൾ എന്താണ്ടാവുന്ന വെച്ചാൽ നമ്മളെ ജോയിന്റ്സിന്റെ ഒക്കെ ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ്. പതുക്കെ ഫുൾ റേഞ്ച് കൊടുക്കാൻ പറ്റില്ല.
ഈ ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ കാലക്രമേണ എന്താ ഉണ്ടാവും വെച്ചാൽ പല പൊസിഷൻസും നമുക്ക് എടുക്കാൻ പറ്റാണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. മാംസപേശികളുടെ കുറുകൽ ഇത് സ്വാഭാവികമായിട്ട് ഏജ് റിലേറ്റഡ് ആയിട്ട് നമ്മളെ ശരീരത്തിൽ നടക്കുന്ന ഒരു മാറ്റമാണ്. നിങ്ങൾ ബാക്കി എല്ലാ എക്സസൈസസും ഫിസിക്കൽ എക്സസൈസും എടുത്തു നോക്കും. സ്പോർട്സ്, ഗെയിംസ്, ഇതൊക്കെ ഫിസിക്കൽ എക്സസൈസ് തന്നെയാണ്. ഇതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? മാംസപേശികൾ കുറുകൽ, കൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക, കൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഈ രണ്ട് സംഭവം ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ മൂവ്മെന്റും. അതില് ഈ സ്ട്രെച്ചിങ് ഒരു സംഭവമേ ഇല്ല. യോഗ മുഴുവൻ ഫോക്കസ് ചെയ്യുന്ന യോഗ ആസന മുഴുവൻ ഫോക്കസ് ചെയ്യുന്നതിനാൽ നമ്മളെ മാംസപേശികളെ സ്ട്രെച്ച് ചെയ്യുക, വലിച്ചു നീട്ടുക. അത് ഓപ്റ്റിമം ലെവൽ. ഓപ്റ്റിമം എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്യണം. കണ്ടമാനം വലിച്ചു എടുക്കും. അതുകൊണ്ടാണ് നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തവർ പദ്മാസനങ്ങളൊക്കെ കാലൊക്കെ വലിച്ചു എടുക്കുമ്പോഴേക്കും മുട്ടിന്റെ അവിടെയൊക്കെ ചിലപ്പോൾ പണി കിട്ടുന്നത്. അപ്പൊ നമ്മളിത് ഡെയിലി നേരത്തെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പം. അപ്പൊ യോഗ ആസനങ്ങളെ ഫോക്കസ് ചെയ്യുന്ന യോഗ ഒരു ഡെഫിനിഷൻ, യോഗ ആസനത്തിനെ പറ്റി ഒരു ഡെഫിനിഷൻ, അതിന്റെ ഫിസിക്കൽ ആസ്പെക്ട്സിനെ പറ്റി മാത്രം ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ, ഈ യോഗാസന is designed in such a way that a group of muscle is put to optimum stretch. അതാണ് അതിന്റെ കീവേഡ്. Each yogasana is designed in such a way that a group of muscle is put to optimum stretch. അവിടെയാണ് അത് സ്കോർ ചെയ്യുന്നത്. അത് കാരണം നിങ്ങൾ യോഗാസനം അധികം വേണ്ട, ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് പോട്ടെ, മാക്സിമം 30 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ത്രൂ ഔട്ട് ലൈഫ് 100 വയസ്സ് പ്രായമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ 10 വയസ്സിൽ എന്താണ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 95 വയസ്സിൽ ഒരു അമ്മ കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്നു. ഈ അടുത്ത ദിവസത്തിൽ അദ്ദേഹം മരിച്ചുപോയത്. പിന്നെ ഈ അടുത്ത ദിവസത്തിലൊരു 100 വയസ്സിന് മേലെ 120 വയസ്സുള്ള ഒരു മാന്യദേഹം വാരണാസിയിൽ നിന്ന് ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തെ യോഗ ചെയ്യണമെന്ന് നമ്മൾ ഞെട്ടിപ്പോവും അല്ലെ? ഇത് എന്തുകൊണ്ട് സംഭവിക്കണം? വേറൊന്നുമല്ല, അദ്ദേഹം നിത്യാഭ്യാസിയാണ്. നിത്യാഭ്യാസി മരതുമക്കെന്ന് പറഞ്ഞ മാതിരി നിത്യേന നമ്മൾ ചെയ്യുന്നെങ്കിൽ അതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സംഗതി. വലിയ കോംപ്ലിക്കേറ്റഡ്. ഇപ്പൊ മയൂരാസനം ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഈവൻ ശീർഷാസനം ഞാൻ പറയില്ല. ശീർഷാസനമൊക്കെ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കില്ല നല്ലത്. ഇഫ് കണ്ടിന്യൂസ് ആയി നമ്മൾ ചെയ്തു വരികയാണെന്ന് വെച്ചാൽ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു ഏജ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് തുടങ്ങരുത്. പക്ഷെ ശീർഷാസനം മാതിരി തന്നെ ഗുണം ചെയ്യുന്ന ഒരു 95% ചില ആസ്പെക്ട്സിൽ ശീർഷാസനത്തിനെക്കാട്ടും ഗുണം ചെയ്യുന്ന ആസനങ്ങളാണ് നമ്മുടെ സർവാംഗാസനവും വിപരീത കരഞ്ഞ മുദ്രയൊക്കെ. ശീർഷാസനത്തിന് പ്രത്യേകമായിട്ടുള്ള ചില ഗുണങ്ങൾ പറയുന്നുണ്ട്. അതല്ല അത്ര ഇല്ലെങ്കിലും ചില ആസ്പെക്ട്സിൽ അതിനെക്കാട്ടും ഗുണം തരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ശരീരം ഇളകിയിട്ടുള്ള സാധനം, ശരീരം നമ്മൾ ഇളകാണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ വെച്ചാൽ നമ്മളെ ഡിഫോൾട്ട് മോഡ് റെസ്റ്റ് ആണെങ്കിൽ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാലക്രമേണ നമ്മുടെ ശരീരം റെസ്റ്റ് ആയി പോകും. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്രമം, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ തുരുമ്പ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കത്തി കണ്ടിട്ടില്ലേ? കത്തി ദിവസേന ഉപയോഗിച്ചിരുന്നാൽ തുരുമ്പൊന്നും ഉണ്ടാവില്ല. എന്നാൽ കത്തി വെറുതെ വെച്ചിട്ട് എവിടെയെങ്കിലും 2 ആഴ്ച കഴിഞ്ഞിട്ട് എടുത്തു നോക്കും, ആ കത്തി തുരുമ്പായിരിക്കും അല്ലേ? ഇതേമാതിരി നമ്മളെ ശരീരം എന്തെങ്കിലും ഒന്ന് ഇളകി ചെയ്തേ പറ്റും. എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഒന്നില്ലെങ്കിൽ നടത്താം. മിക്കവാറും ഇപ്പൊ ഡോക്ടർമാരെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ പറയാൻ നടക്കാനാവും. മിക്കവാറും ഡോക്ടർമാർ നടക്കാനാവാം. അതിനെന്താ കാരണം? ഡോക്ടർമാർ ആരും യോഗ പഠിച്ചില്ല. നടത്തത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയും, എന്നോട് നടത്തത്തിനെ പറ്റി അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും നല്ല എക്സസൈസ് ആണ് നടത്തം. കാരണം നടത്തം അത്ര കൊള്ളൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അതും ചെയ്യില്ല, പിന്നെ ഒന്നും ചെയ്യില്ല. അപ്പൊ നടത്തം നമ്മൾ വെച്ചാൽ നടന്നു എന്ന് പറയും. പക്ഷെ ഈ നടത്തത്തിന് നിങ്ങൾ 1 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു 1/2 മണിക്കൂർ നിങ്ങൾ കുറച്ച് യോഗാസനം പഠിക്കും. വേറെ ഒന്നും വേണ്ട, സൂര്യനമസ്കാരം പഠിക്കും. സൂര്യനമസ്കാരം ഇത്രയും നല്ലൊരു ഫിസിക്കൽ എക്സസൈസ് തന്നെ ഞാൻ പറയും. ബേസിക്കലി യോഗ ഈസ് നോട്ട് എ ഫിസിക്കൽ എക്സസൈസ്, അത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സത്യമാണ്. ബട്ട് കുറെ ആസനങ്ങൾ നമുക്ക് ശരിക്കും ഫിസിക്കൽ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അതിൽ നമ്പർ 1 ഏതാന്ന് ചോദിച്ചാൽ സൂര്യനമസ്കാരം. പക്ഷെ സൂര്യനമസ്കാരം പെർഫെക്റ്റ് ആണ്. കാരണം പക്ഷെ അതിന് ചെറിയൊരു ഡെഫിഷ്യൻസി ഉണ്ട്. അതിൽ ഫോർവേഡിന് ബാക്ക്വേർഡ് ബെൻഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ കയ്യിന്റെ തന്നെ ഇപ്പൊ നടത്താനുള്ള നമ്മൾ പറഞ്ഞു വന്നത്. ഈ നടത്തത്തിന് എന്താ പ്രശ്നം വെച്ചാല് വേറൊന്നുമില്ല, അത് നമ്മുടെ ഏറ്റവും കൂടുതൽ നടത്തത്തിൽ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് കോമൺ സെൻസ് മനസ്സിലാവും. നടത്തത്തിൽ നമ്മൾ കാല് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ കൈയൊക്കെ നല്ല വീതി നടക്കുന്ന കൈക്ക് കുറച്ച് എക്സസൈസ് ഉണ്ടാവും. പിന്നെ നടക്കുന്നതുകൊണ്ട് ഈ കാഫ് മസിൽ, നമ്മളെ കാലിന്റെ വണ്ണം, കാഫ് മസിലിനെയാണ് നമ്മള് ആക്സസറി ഹാർട്ട് മസിൽ എന്ന് പറയും. അത് നമ്മൾ സർക്കുലേഷന് വേണ്ടിയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കാഫ് മസിലിന്റെ. കാലിന്റെ വണ്ണം ഭാഷ എനിക്കറിയില്ല. അത് ഇങ്ങനെ മസിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ആക്സസറി ഹാർട്ട് മസിൽ ആണ് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ. പ്രശ്നം എവിടെ കോർ മസിൽ, അതായത് നമ്മളെ ഈ ബോഡി ഉണ്ടല്ലോ, നമ്മളെ നെഞ്ഞിന്റെ ഭാഗത്തും വയറിന്റെ ഭാഗത്തും
ആ ഭാഗത്തുള്ള മസിൽസിനൊന്നും നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ഇല്ല. അവിടെയാണ് എന്റെ പ്രശ്നം. കോർ മസിൽ നമ്മൾ വയറ്റിന് മുന്നിൽ വലിയൊരു മസിലുണ്ട്, റെക്ടസ് അബ്ഡോമിനസ്. നെഞ്ഞിന്റെ മുന്നിലാണ് വെച്ചാൽ പെക്ട്രാലിസ് മേജർ, പെക്ട്രാലിസ് മൈനർ എന്ന മസിൽസ്. ബാക്കിലാണ് വെച്ചാൽ ട്രപ്പീസിയസ്, ലാറ്റിസ്മസ് ഡോൾസി, കഴുത്തിന്റെ അവിടെ നമ്മൾ ഇങ്ങനെ വലിയ വലിയ മസിൽസ് നമ്മൾ ഈ ശരീരത്തിൽ ഇതിലൊന്നും ആക്ച്വലി അവിടെയാണ് നമ്മളെ നടത്തത്തിന്റെ പ്രശ്നം വരുന്നത്. അപ്പോ നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വെച്ചാൽ നടന്നോളൂ, നടത്തം വളരെ എക്സസൈസ് ആണ്. പക്ഷെ ഇവിടെ കണ്ടവരൊന്നും ആ ഗ്രൂപ്പ് പെട്ടവരല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്, കാരണം രാവിലെ ഞാൻ ചെയ്ത് കണ്ടതല്ലേ. അപ്പൊ ഇപ്പൊ ചെയ്യുന്ന സംഗതികൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നടത്തം മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നടത്തം വളരെ നല്ല എക്സസൈസ് ആണ്. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻ എന്താ വെച്ചാൽ അത് സ്കെലിറ്റൽ മസിൽസിന് മാത്രമേ അതിന്റെ ആക്ഷൻ ലിമിറ്റഡ് ആയിരിക്കണോ, നമ്മളെ കോർ മസിൽസിന് ആക്ഷൻ ഇല്ല. അവിടെയാണ് യോഗാസനങ്ങള് സ്കോർ ചെയ്യുന്നത്. യോഗാസനങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു അധികമൊന്നും വേണ്ട, 84,000 ആസനങ്ങൾ ഉണ്ടെന്നാ പറയണത്. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് ഓരോ യോഗാസനമായിരിക്കും അല്ലെ. ഒരു 14 ആസനങ്ങൾ സാധാരണ പറയും. അതന്നെ അടയോഗ പ്രത്യേകയിൽ ഒരു 13 ആസനങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നിത്യേന ജീവിതത്തിൽ ആരോഗ്യം നൽകുന്ന ഒരു 4 യോഗാസനങ്ങൾ: സൂര്യ നമസ്കാരം, ത്രികോണാസനം, പിന്നെ നമ്മളെ റൊട്ടേഷനുള്ള എന്തെങ്കിലും അർദ്ധകടി ചക്രാസനം, അങ്ങനെ തലകുത്തനെയുള്ള ഏതെങ്കിലും ഒരു വിപരീത അഗ്നിമുദ്ര, അല്ലെങ്കിൽ സർവാംഗാസനം. ബസ് ഈ 4 ചെയ്താൽ നമ്മുടെ ബോഡിയിലെ ഒരുമാതിരി എല്ലാ മസിൽസും ആക്ഷൻ 4. ഇതിന്റെ പുറമെ എന്തെങ്കിലും ചെയ്യാൻ പറ്റി ചെയ്തോളൂ. നമ്മൾ പറഞ്ഞു വന്ന മെൻഷൻ ചെയ്ത് വെച്ചത് സൂര്യ നമസ്കാരത്തിന് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിന് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബെൻഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ കയ്യിന്റെ ഒക്കെ മസിൽസ് കുറച്ചൊക്കെ ആക്ഷൻ കിട്ടും. അതിന് ഡിഫിഷ്യൻസി എന്താ വെച്ചാൽ അതിൽ 2 ഒന്ന് ലാറ്ററൽ ബാൻഡിങ്. അതിനാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ത്രികോണാസനം എടുത്തത്. ഞാൻ ഇവിടെ നമ്മൾ ചെയ്തെങ്കിലും ശ്രദ്ധിക്കുകയായിരുന്നു, കംപ്ലീറ്റ് പാക്കേജ് അതിലുണ്ട്. ഇന്നിപ്പോ ഇവിടെ രാവിലെ ചെയ്താൽ മതി ആരോഗ്യം മെയിൻറ്റെയിൻ. ലാറ്ററൽ ബാൻഡ് അതില്ല, അപ്പൊ അത് നമ്മൾ ആഡ് ചെയ്തു ത്രികോണാസനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്വിസ്റ്റ്, ഒന്നുകിൽ അർദ്ധകടി ചക്രാസനം ചെയ്യാം, അല്ലെങ്കിൽ നല്ലോണം ചെയ്യാൻ പ്രാക്ടീസ് ഉള്ളവരാണെന്ന് വെച്ചാൽ അർദ്ധമത്സ്യാസനം ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം, വക്രാസനം ചെയ്യാം. വക്രാസനം, ഇതിനെല്ലാം വക്രാസനവും അർദ്ധമത്സ്യാസനം, അർദ്ധകടി ചക്ര, ഇതെല്ലാം നമ്മളെ വെർട്ടിബിൾ കോളത്തിന് ഒരു ട്വിസ്റ്റ് കൊടുക്കുക. വെർട്ടിബിൾ കോളത്തിൽ നമ്മൾ കഴുത്തിന്റെ അവിടെ ഒരു 7 എണ്ണം, നെഞ്ഞിന്റെ അവിടെ ഒരു 12 എണ്ണവും, ലംബാർ ഏരിയയിൽ ഒരു 5 എണ്ണം, 7 12 19 24 എണ്ണം മൊബൈലാണ് തിരിക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മളെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നത്. ഈ നമ്മുടെ ഈ നട്ടെല്ലിന്റെ ഉള്ളിൽ കൂടെയാണ് സുഷുമ്നാ നാഡി ഇറങ്ങിപ്പോകുന്നതും അതെന്നാണ് അപ്പറന്റ് ആൻഡ് ഇൻഫറന്റ് നെർവ്സ് ഒക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ നട്ടെല്ലിന്റെ ഫ്ലെക്സിബിലിറ്റി, അതിന്റെ അയവ് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ശരീരം ആരോഗ്യമായിട്ട് നിർത്താനുള്ള ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതിയാണ്. നട്ടെല്ലിന്റെ അയവ് നിലനിർത്തുക. അതെല്ലാം ഫിക്സഡ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ ശരീരം അധികം നമ്മൾ ജീവിക്കുന്ന ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നേരെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ആകെ നമ്മുടെ ക്രേനിയൽ നെർവ്സ് ഒരു 12 എണ്ണം ഉണ്ട്. അതിനൊരു 4 എണ്ണവും ബാക്കി മുഴുവൻ നമ്മളെ സിസ്റ്റത്തിനാണ് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ഫങ്ഷൻ നേരെ നടക്കണം എന്നുണ്ടെങ്കിൽ നട്ടെല്ലിന്റെ അയവ് നിലനിർത്തണം. അവിടെയാണ് നമ്മൾ ഈ ട്വിസ്റ്റിന്റെ ഗുണം കിട്ടുന്നത്. അപ്പൊ ഇത്രയും സംഗതികളാണ് നമ്മള് യോഗാസനത്തിനെ പറ്റിയിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ആസ്പെക്ട് ശരിയായിട്ടുള്ള വ്യായാമം. 4 സംഗതികൾ 4 സംഗതികൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ ശരിയായിട്ടുള്ള വ്യായാമത്തിലാണ് യോഗാസനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയത്. രണ്ടാമതായിട്ട് നമ്മള് പ്രാണായാമങ്ങൾ, ശരിയായിട്ടുള്ള ശ്വാസോച്ഛ്വാസം. ആരോഗ്യം നിലനിർത്താൻ വേണ്ടത് ശരിയായിട്ടുള്ള വ്യായാമം, രണ്ടാമത് ശരിയായിട്ടുള്ള ശ്വാസോച്ഛ്വാസം. ഈ ശരിയായിട്ടുള്ള ശ്വാസോച്ഛ്വാസം എന്നുള്ളതാണ് നമ്മളെ പ്രാണായാമം കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ പുരുഷന്റെ ശ്വാസകോശത്തിലേക്ക് 5 ലിറ്റർ കാറ്റ് എടുക്കാനുള്ള കഴിവുണ്ട്. ഈ 5 ലിറ്റർ കാറ്റ് എടുത്തിട്ട് നമ്മൾ 5 ലിറ്റർ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അത് അളന്നിട്ട് അളക്കാനുള്ള വിഷമമില്ല, അതൊക്കെ അളന്നിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സ്പൈറോമീറ്റർ, അതായത് 5 ലിറ്റർ കാറ്റ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ശ്വാസം വലിച്ച് നടക്കില്ലല്ലോ അല്ലെ. വളരെ ഇരിക്കുന്ന ശ്വാസം വലിക്കുന്നുണ്ടോന്ന് തന്നെ സംശയമാണ്, യാതൊരു അനക്കവും. അതിനെ നമ്മൾ ഷാലോ ബ്രീത്തിങ് നടത്തുന്നത്. ഈ ഷാലോ ബ്രീത്തിങ്ങിന് നമ്മൾ ഒരു 500 ml ആണ് ആവറേജ് കൈകാര്യം ചെയ്യുന്നത്. അതന്നെ ഒരു 150 ml ലങ്സിന് അവിടെ ഇവിടെയൊക്കെ ആ ട്യൂബിൽ തങ്ങി നിൽക്കുന്ന എയറാണ്. ബാക്കി ഒരു 350 ml എയർ മാത്രമേ നമ്മൾ ശരിക്കും ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടി ലങ്ങില് ആൽവിലാർ സ്റ്റേജിൽ എത്തുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു 500 ml കൂട്ടിയിട്ട് 5000 ml 5 ലിറ്റർ കാറ്റ് കൈകാര്യം ചെയ്യാൻ 2 ശ്വാസകോശം കിട്ടിയിട്ട് നമ്മളൊരു 500 ml ഉപയോഗിക്കുന്നുള്ളൂ. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ശ്വാസകോശത്തിന്റെ 10 ൽ 1
ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മെഡിസിനിൽ ഒരു തിയറി ഉണ്ട്, ഡിസ്യൂസ് അട്രോഫി. ഏത് അവയവം നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നുവോ ആ അവയവം കാലക്രമേണ സൃഷ്ടിച്ചു പോകും. നമ്മളെ വലത്തെ കയ്യിൽ കൊള്ളുന്ന വിരലിൽ കൊള്ളുന്ന മോതിരം ഇടത്തെ കയ്യിൽ ലൂസാ, വലത്തെ കയ്യിൽ ടൈറ്റായിട്ട് കയറുന്ന വള ഇടത്തെ കയ്യിൽ ലൂസാ. കാരണം ഉപയോഗിക്കുന്ന കൈ ഉപയോഗിക്കാത്ത കൈയിനെക്കാട്ട് ഒരു നോട്ടം വലുതായിരിക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത കൈ ഉപയോഗിക്കുന്ന കൈയിനെക്കാട്ട് ഒരു നോട്ടം ചെറുതായിരിക്കും. ഇത് പ്രിൻസിപ്പിൾ എല്ലാ സ്ഥലത്തും ബാധകമാണ്. 5000 ml കൈകാര്യം ചെയ്യാനുള്ള 2 ശ്വാസകോശം വെച്ച് 500 ml ചെയ്യുന്ന കാലക്രമേണ നമ്മുടെ ശ്വാസകോശമൊക്കെ സൃഷ്ടിച്ചു പോകും. ഇതുകൊണ്ട് എന്താണ് പ്രായമാവുന്ന സമയത്ത് പതുക്കെ അത് നമ്മൾ പ്രായമാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ദ പ്രോസസ് ഇസ് സോ ഇൻസിഡിയസ്. വളരെ പതുക്കെ, നമ്മൾ തന്നെ അറിയില്ല നമ്മുടെ ശരീരത്തിൽ മോശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് അയ്യോ ഇത് നമുക്ക് പറ്റാണ്ടായി പോയല്ലോ എന്ന് മനസ്സിലാവുക. അപ്പൊ അത് വളരെ പതുക്കെ നമ്മൾ തന്നെ അറിയാണ്ടാണ് നമ്മൾ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ കണ്ടറിഞ്ഞിട്ട് അതിന് വേണ്ടത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഉറപ്പാണ് നമുക്ക് ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ എത്തും. ഒന്ന് ഞാൻ പറഞ്ഞുതരാം, നമുക്കെല്ലാം പ്രായം ഒരേ സ്പീഡിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? പ്രായമാവുന്ന സമയത്ത് അവനവന്റെ ആരോഗ്യം അവനവൻ തന്നെ നോക്കും, വേറെ ആരെങ്കിലും നോക്കുന്നു ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെ അവനവന്റെ ആരോഗ്യം അവനവൻ തന്നെ നോക്കണം, വേറെ ആർക്കും നോക്കാൻ പറ്റില്ല, ആർക്കും നോക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് മറ്റേ സർവീസിന് കൊണ്ടുപോകും അല്ലേ? അതേമാതിരി നമ്മൾ ആത്മാവിനെ കൊണ്ട് നടക്കുന്ന വണ്ടിയാണ് നമ്മുടെ ശരീരം. അപ്പൊ അതിനെ വേണ്ടത്ര നോക്കിയില്ലെങ്കിൽ അത് പണിതരും ഉറപ്പാണ്. ശരീരത്തിന് ഇത്രയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഒരു ഹയർ ഫിലോസഫിയിൽ എത്തുമ്പോൾ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ഈ ലെവലിൽ ജീവിക്കുന്ന സമയത്ത് ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ധർമ്മം സാധിക്കണമെങ്കിൽ ശരീരം വേണം, ശരീരമില്ലാണ്ട് ഒന്നും നടക്കൂല. അപ്പൊ അവനവന്റെ ആരോഗ്യം നോക്കണമെങ്കിൽ അപ്പൊ ഒന്ന് നമ്മള് വ്യായാമത്തിന്റെ യോഗ ആസനങ്ങൾ പറഞ്ഞ്, രണ്ടാമത്തെ പ്രാണായാമം എന്ന് പറഞ്ഞു. ഈ പ്രാണായാമം നമ്മൾ യോഗയിലെ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് രണ്ട് സംഗതികളാണ് നടക്കുന്നത്. ഒന്ന്, ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട് കേട്ടോ. വൈകുന്നേരം വരെ നിന്ന് പ്രാണായാമം മാത്രം പറയാനുണ്ട്. അത് നമുക്ക് കിട്ടുന്ന 5 മിനിറ്റ് കൊണ്ട് പ്രാണായാമത്തിന് മാത്രം പറഞ്ഞതാണ്. 2 ഗുണങ്ങളാണ് സാധാരണഗതിയിലുള്ള പ്രാണായാമം കൊണ്ട് നടക്കുന്നത്. ഒന്ന്, നമ്മൾ പറഞ്ഞ ഈ ശ്വാസകോശത്തെ പൂർണ്ണ പ്രവർത്തനക്ഷമതയിലേക്ക് ഫുൾ ഫങ്ഷനാലിറ്റി. 5 ലിറ്റർ കാറ്റ് വെക്കാൻ പറ്റുന്ന 5-10-20 മിനിറ്റ് പോട്ടെ, പരമാവധി 30 മിനിറ്റ്. ഇനി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒരു 10-20 പ്രാവശ്യം ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം കഴിച്ച് നമ്മളെ ശ്വാസകോശത്തിന്റെ അവിടെ വെച്ചിട്ടാണ് നമ്മളെ ഈ ശ്വസിക്കുന്ന വായുവിൽ 20% ഓക്സിജൻ ഉണ്ട്. ഓരോ പ്രാവശ്യം ശ്വാസം എടുത്ത് നമ്മൾ പുറത്തേക്ക് വിടുന്ന സമയത്ത് ഈ 20% ഓക്സിജൻ 4% ഓക്സിജൻ നമ്മളെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ബാക്കി 16% ഓക്സിജൻ പുറത്തേക്ക് തന്നെ പോവുക. ഈ പ്രോസസ്സാണ് 1 മിനിറ്റിൽ 15 മുതൽ 18 ശ്വാസം. ഒരു ആവറേജ് 15 കൂട്ടിയാൽ തന്നെ 21,600 ശ്വാസം നമ്മൾ 24 മണിക്കൂർ വെച്ച് വിട്ടുകൊണ്ടിരിക്കുക. ജനിച്ച അന്ന് തൊട്ടിട്ട് അമ്മ പ്രസവിച്ച അന്ന് ആദ്യത്തെ കരച്ചിലായിരുന്നു നമ്മൾ ആദ്യത്തെ ശ്വാസം. അത് കഴിഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോകുന്ന സമയത്ത് അവസാനത്തെ ശ്വാസം വരെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ശ്വാസോച്ഛ്വാസം. അപ്പൊ ഇതില് ആദ്യം നമുക്ക് പ്രാണായാമം കൊണ്ട് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശത്തെ പൂർണ്ണ പ്രവർത്തനക്ഷമതയിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ശ്വാസകോശത്തിൽ 10,000 കണ്ടുന്ന ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ശരിക്കും സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ സ്പോഞ്ചിന്റെ സുഷിരത്തിലേക്കും കാറ്റെത്തണം. കാറ്റെത്തിയില്ലെങ്കിൽ അത് ഈ 5000 ml എടുക്കുമ്പോഴേ അങ്ങോട്ട് എത്തുള്ളൂ. അത് എത്തിയില്ലെങ്കിൽ കാലക്രമേണ അതൊക്കെ ശരിപ്പിച്ചു പോകും. ഒരുപാട് അസുഖങ്ങൾ തന്നെ അതുകൊണ്ട്. നിങ്ങൾ സ്ഥിതി കുറെ പ്രായമാവുന്നവർക്ക് ഇങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യാത്ത അത് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആണ്. ചുമച്ച് കഫം ഇങ്ങനെ ധാരാളം നിരനിരയായിട്ട് തുപ്പണതാണ്. ഇതെല്ലാം എന്താ വെച്ചാൽ ശ്വാസകോശം പ്രശ്നത്തിലായതാണ്. നമ്മൾ പ്രാണായാമങ്ങൾ ചെയ്തു വരാൻ ഇങ്ങനത്തെ പ്രശ്നത്തിലേക്ക് വന്ന അതിന്റെ ഇലാസ്തികത, ശ്വാസകോശ സ്പോഞ്ച് പോലെ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഗ്രാജുവലി നമ്മുടെ ശ്വാസകോശങ്ങള് അതിന്റെ ഇലാസ്തികത നഷ്ടപ്പെടും. അതിന്റെ ഇലാസ്തികത നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മുടെ വീട്ടിലെ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന പഴയ ശരിയൊക്കെ ഉണ്ട്, എവിടെയെങ്കിലും അളമാരൊക്കെ ഉണ്ട്, എവിടെ എടുത്തിട്ട് ഒന്ന് വലിച്ചു നോക്കിയപ്പുറപ്പുറന്നാക്ക് മുഴുവൻ പൊട്ടിപ്പോകും അല്ലെ? കാരണം അതിന്റെ ഇലാസ്തികത പോയി, അത് പൊടിഞ്ഞു പോകും. ആ തരത്തില് ലങ്സ് എല്ലാം അതിന്റെ ഇലാസ്തികത നഷ്ടപ്പെടാതെ നോക്കുന്നു. അതാണ് ആദ്യത്തെ ഗുണം. യു ക്യാൻ കീപ്പ് അപ്പ് ദി ഫങ്ഷനാലിറ്റി ഓഫ് ദി ലങ് ത്രൂ ഔട്ട് ലൈഫ്. അങ്ങ് അറ്റം വരെ അത് എത്തിക്കാം. രണ്ടാമത്തെ പോയിന്റ്, പ്രാണായാമം പ്രാക്ടീസ് ചെയ്താൻ തുടങ്ങുന്ന കൃത്യമായിട്ട് ഒരു ദിവസം ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കാലക്രമേണ എന്താ സംഭവിക്കുക വെച്ചാൽ
നമ്മുടെ ശ്വാസത്തിന്റെ സ്പീഡ് കുറയും. ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ സാധാരണ 15 മുതൽ 18 എന്ന് പറഞ്ഞില്ലേ, ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് തന്നെ റെഗുലർ ആയിരിക്കണം പ്രാക്ടീസ്. ഇതെല്ലാം സാധനം റെഗുലർ ആയിരിക്കണം കേട്ടോ. റെഗുലർ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 7 ദിവസം അല്ലെങ്കിൽ 5 ദിവസമെങ്കിലും ചെയ്യാം. 2 ദിവസം ശനി ഞായർ ലീവായിരിക്കും. 5 ദിവസമെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിയുമ്പോഴേക്ക് നമ്മളെ ഒരു 3 കുറഞ്ഞു കിട്ടും. 18 നിങ്ങളെ ശ്വാസ റേറ്റ് എങ്കിൽ ഒരു 15 എത്തും. നിങ്ങൾ 15 ശ്വാസ റേറ്റ് എങ്കിൽ ഒരു 12 എത്തും. യാതൊരു അംശമില്ല. കൃത്യമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണം. റേറ്റ് ഓഫ് റെസ്പിറേഷൻ കംസ് ഡൗൺ. എന്താണ് അതിന്റെ ഗുണം? നമ്മൾ റേറ്റ് ഓഫ് റെസ്പിറേഷൻ കുറയുന്ന സമയത്ത് നമ്മൾ പ്രകൃതിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംഗതി മനസ്സിലാവും. നമ്മുടെ ശ്വാസം ഒരു 15, ആവറേജ് 15 നോക്കുക. നമ്മുടെ ആയുസ് എത്രയാണ്? ഒരു ഇന്നത്തെ കാലത്ത് ഇപ്പോ 80 എന്നൊന്നും പറഞ്ഞൂടാ. 80 ആവറേജ് പറയും. ഇപ്പൊ 70 തൊട്ടാണ് ഓൾ ഇന്ത്യ ആവറേജ് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി 70ന്റെ മേലെ കടന്നു. അത് വളരെ 40 ഉണ്ടായിരുന്നതാണ് സ്വാതന്ത്ര്യം കിട്ടുക. അത് പതുക്കെ പതുക്കെ കയറി ഇപ്പൊ 70ന്റെ മേലെ പോയി. എങ്കിലും നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു 80, 90 കഴിയണം പ്രായമായി എന്ന് പറയണമെങ്കിൽ. ഇന്നിപ്പോ സ്ഥിതി അതാ. അപ്പോ ഈ നമ്മളെ പ്രാണായാമ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മള് ഇത് കുറയുന്നു പറഞ്ഞു. അതായത് ശ്വാസത്തിന്റെ റേറ്റ് കുറയുന്നു പറഞ്ഞു. അപ്പൊ നമ്മുടെ ആയുസ് ഒരു 80 എന്ന് കൂട്ടുകയാണ്. ആവറേജ് 80. ഇതേ 15 ശ്വാസ റേറ്റ് ഉള്ള വേറൊരു മൃഗമുണ്ട്. എന്താ പറയാ? ആന. ആനയുടെ ആയുസ് ഏകദേശം 70-80 ഒക്കെ തന്നെയാണ്. മനുഷ്യന്റെ ആയുസ് 70. നമ്മളുടെ ആനയുടെയും നമ്മളുടെ ശ്വാസത്തിന്റെ റേറ്റും 15. അപ്പൊ ഒരു ആവറേജ് ഒരു 15. ഇനി ഒന്ന് എടുക്കാം. നമ്മളെ നായ, പൂച്ച, ഇവരൊക്കെ റെസ്പിറേറ്ററി റേറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 20 നായ ശ്വാസം കഴിയുന്ന ഇങ്ങനെ ശ്വാസം ഭയങ്കര സ്പീഡിലാണ് ശ്വാസം കഴിക്കുക. നായയുടെ ആവറേജ് ഏജ് 14 മുതൽ 24 വയസ്സ്. സാധാരണ നായ്ക്കളൊക്കെ ഒരു 10-14 വയസ്സ്. ലോക റെക്കോർഡ് തന്നെ നായ്ക്കളുടെ 24-25 വയസ്സാണ് ഒരു ആവറേജ്. സോ ഒരു 14-15 വയസ്സ്. ശരിക്കും പറഞ്ഞ ശ്വാസത്തിന്റെ റേറ്റ് കൂടിയ സമയത്ത് ആയുസ് കുറഞ്ഞു. ഇനി ഒരു വേറൊരു ഉദാഹരണം എടുക്കുക. ആമ, ടോർട്ടോയ്സ്. ആമയുടെ ശ്വാസ റേറ്റ് 3 to 4 ആണ് പെർ മിനിറ്റ്. ആമയുടെ ആയുസ് ഏകദേശം ഒരു 10-200 കൊല്ലത്തിന് മേലെയാണ്. അപ്പൊ ഇതൊന്ന് ഈ പ്രകൃതി പഠനത്തിന് നമ്മൾ എന്താ മനസ്സിലാക്കിയിരുന്നല്ല, ശ്വാസത്തിന്റെ റേറ്റ് കുറഞ്ഞാൽ ആയുസ് കൂട്ടി കിട്ടും. അപ്പൊ നമ്മൾ പ്രാണായാമം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, 6 മാസം കഴിയുമ്പോഴേക്കും നമ്മളൊരു 3 കുറയും. അപ്പൊ ഒരു കൊല്ലം കൂടിയാലോ പിന്നെയും കുറയും. അപ്പൊ ഒരു സാധാരണ റേറ്റ് തന്നെ നമ്മൾ ഡെയിലി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാണിച്ചാൽ ഒരു 10 എത്തും. ഒരു ബുദ്ധിമുട്ടില്ല. അത് തന്നെ നമ്മൾ ഡീപ്പ് റിലാക്സേഷനുമായിട്ടുള്ള യോഗനിദ്രമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ മെറ്റബോളിക് റിക്വയർമെന്റ് ഒക്കെ വളരെ കുറയുന്നതോടുകൂടി ശ്വാസം റേറ്റ് പിന്നെയും താഴും. 6-7 എത്തും. ഇതൊക്കെ നമ്മൾ ഇഷ്ടംമാതിരി കേസസിൽ നോക്കിയ സംഗതികളാണ് പറയുന്നത്. ഇതിന്റെ എന്താ ഗുണം? നമ്മളെ റെസ്പിറേറ്ററി റേറ്റ് കുറയുന്ന സമയത്ത് നമ്മൾ പ്രകൃതി പഠനം ശ്വാസത്തിന്റെ റേറ്റ് കൂടുമ്പോൾ ആയുസ് കുറയും, ശ്വാസത്തിന്റെ റേറ്റ് കുറയുമ്പോൾ ആയുസ് കൂടും. അപ്പൊ എന്താ ഉണ്ടാവുക? നമ്മളെ 15 ഉള്ളത് ഒരു 12 എത്തിയാൽ തന്നെ നമ്മൾ ആയുസ് കൂടും. അപ്പൊ പ്രാണായാമം ചെയ്താല് നമ്മുടെ ആയുസ് കൂടും. യോഗാസനങ്ങൾ ചെയ്താല് നമ്മൾ ആരോഗ്യം കൂടും. അപ്പൊ ആരോഗ്യമായി ആയുസ്സായി. പിന്നെന്താ വേണ്ടത്? അല്ലേ? ഈ 2 എണ്ണമായി. ഫിസിക്കൽ ലെവലിൽ ഈ 2 എണ്ണമായി. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. നമ്മുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഇനി ശരീരം എത്ര ഭീമന്തമായി തന്നെ ഉണ്ടെങ്കിലാണെങ്കിലും തട്ടുംപുറം ശരിയില്ലെങ്കിൽ മൊത്തം പോയി. അല്ലേ? ഭീമനമായൊരു ശരീരം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതിന്റെ അകത്ത് വെളിച്ചമില്ലെങ്കിൽ സംഗതി പോയി. ആ വെളിച്ചം ഉണ്ടാവാൻ പ്രാണായാമന്മാര് ഇത്ര നല്ല സംഗതി പറയില്ല. പക്ഷെ ഇത് നേരെ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഫിസിക്കൽ ആസ്പെക്ട് ഉണ്ട്. അവിടെയാണ് യോഗാസനത്തിന്റെ റോള് വരുന്നത്. അതുകൊണ്ടാണ് യോഗാനന്ദ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി എന്ന് പറഞ്ഞിട്ട് ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. 450 അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് ടെക്സ്റ്റ് ബുക്കാണ് ഇന്ത്യൻ ഫിലോസഫിയിലെ. അപ്പം അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ട്. ദ ഫിസിക്കൽ ബെനിഫിറ്റ്സ് യു ഡിറൈവ് ഔട്ട് ഓഫ് പ്രാക്ടീസിങ് യോഗാസന ഈസ് ഓൺലി ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. അതായത് നമ്മൾ യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം, ശാരീരികമായിട്ടുള്ള കിട്ടുന്ന ഗുണം വളരെ ചെറുതാണ്. വേറെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നമ്മളെ മാനസികമായിട്ടുള്ള വ്യത്യാസം, മനസ്സിന്റെ പ്രവർത്തനം, ഈ മനസ്സും ബ്രെയിനും തമ്മിലുള്ള വളരെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് നമ്മളെ യോഗശാസ്ത്രവും ആധുനിക മനഃശാസ്ത്രം അനുസരിച്ചിട്ട്, മനഃശാസ്ത്രം പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്
സയൻസ് ഓഫ് മൈൻഡ്. പിന്നെ ഈ മൈൻഡ് എത്രയാന്ന് ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ ആ ഡെഫിനിഷൻ മാറ്റിയിട്ട് ഇപ്പൊ പറയുന്നത് സയൻസ് ഓഫ് ബിഹേവിയർ എന്നാണ്. പെരുമാറ്റത്തിന്റെ ശാസ്ത്രം എന്നാണ് സൈക്കോളജിന്റെ പുതിയ അത്ര പുതിയതെന്നല്ല, കുറെ കാലമായിട്ട് അതാ പറയണം. അതില് അവരെ കൺസെപ്റ്റും നമ്മളെ യോഗയുടെ കൺസെപ്റ്റും തമ്മിൽ വലിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ, അവരിപ്പോ മൈൻഡ് പറയണത് എന്താ വെച്ചാല് ഒരു നമ്മളെ തലച്ചോറ് പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് മനസ്സെന്ന്. when the brain is our mind is a functional phenomenon of the brain എന്ന്. മൈൻഡ് ഈസ് ദി ഫങ്ഷണൽ ഫിനോമിനൻ ഓഫ് ദി ബ്രെയിൻ എന്ന് വെച്ചാൽ ബ്രെയിനിന്റെ ഒരു പ്രവർത്തന ക്ഷമതയിൽ വരുന്ന ഒരു സംഭവം. നേരെ മറിച്ച് യോഗയുടെ കൺസെപ്റ്റ് എന്താ അറിയാം, ബ്രെയിൻ ഈസ് ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ദി മൈൻഡ് എന്നാണ്. മൈൻഡ് ഈസ് എബവ്. അതാണ് യോഗയുടെ കൺസെപ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനിപ്പോ എന്റെ കൈ പൊന്തിച്ചു. ഈ കൈ പൊന്തിക്കണം എന്ന് എനിക്ക് തോന്നിയത് എവിടെ? എന്റെ മനസ്സിൽ തോന്നിയ ആ തോന്നൽ എന്റെ ബ്രെയിനിലേക്ക് പോയിട്ട് എന്റെ ലോക്കോമോട്ടർ സെന്ററിലുള്ള എന്റെ ആ സെന്റേഴ്സിൽ ഉത്തേജനം കിട്ടുക, അവിടുന്ന് ഒരു ഇലക്ട്രിക്കൽ കറണ്ട് എന്റെ മോട്ടോർ ന്യൂസ് വഴി വന്നിട്ടാണ് ഞാൻ കൈ പൊന്നിച്ചത്. അപ്പൊ എവിടെയാ ഉള്ളത്? മൈൻഡ് അല്ലേ, ബ്രെയിനിന്റെ മേലെ. ബ്രെയിൻ വെച്ചിട്ട് ബ്രെയിന് വഴിയെ നമുക്ക് ഫിസിക്കൽ ഇതിലെല്ലാം ചെയ്യാൻ പറ്റും. പ്രാണായാമം സ്കോർ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ എങ്ങനെയാണ് പ്രാണായാമം നമ്മളെ മൈൻഡിനെ എഫക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് പണ്ട് ത്രികാലജ്ഞാനികളായ ഋഷിമാര് ഒരു സംഗതി ചെയ്തു. നമ്മളൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിങ്ങനെ റോഡിൽ നടന്നു വരുന്ന സമയത്ത് നമ്മളെ പിന്നിൽ ഒരു ബൈക്ക് വരുന്നു, മുന്നിൽ നിന്ന് ഒരു ബൈക്ക് വരുന്നു. നമ്മളെ കൺമുന്നിൽ വെച്ചിട്ട് ഈ രണ്ട് ബൈക്കും കൂടി ഒരു ഹെഡ് ഓൺ കൊളിഷൻ അവിടെ കൂട്ടിമുട്ടി. നമ്മൾ എന്താ ചെയ്യുക? അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉണർന്നു വരിക, ഫോൺ അടിക്കുന്നു, ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. നമ്മൾ ഏറ്റവും അധികം ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തി മരിച്ചുപോയി എന്നാണ് കേൾക്കുന്നത് ന്യൂസ്. നമ്മൾ എന്താ ചെയ്യുക? ഒരു വലിയാണ് അല്ലെ, ഒരു ബൈക്കിങ്ങോട് വന്ന് രണ്ടെണ്ണം കൂട്ടി രണ്ടാളും ഇങ്ങോട്ട് തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്ത്? ഒരു വലിയ. ഇതിപ്പോ എന്താ ഉണ്ടായത്? നമ്മളെ മനസ്സിൽ അതിഭീകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായി. ആ മാറ്റം ഉടനെ റിഫ്ലക്ട് ചെയ്ത് എവിടെയാണ്? നമ്മുടെ ശ്വസന പ്രക്രിയയില്. ഇത് കണ്ടറിഞ്ഞ ത്രികാലജ്ഞാനികളെ ഋഷിമാര് 10,000 കൊല്ലം മുമ്പ് അവർ പഠിച്ച്, നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നിന്റെ ശ്വാസ പ്രക്രിയയിൽ പ്രശ്നം വരുന്നുണ്ട്, അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, ശ്വസന പ്രക്രിയയിൽ ചില മാറ്റങ്ങൾ വരുത്ത്, നിന്റെ മനസ്സിനെ മാറ്റാം. ആൻഡ് ദാറ്റ് വർക്ക്സ്. അതാണ് പ്രാണായാമത്തിന്റെ ബേസിക് തിയറി. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ഇന്നിപ്പോ മാനസിക രോഗ ആസ്പത്രികളിൽ നേരെ ചൊവ്വ കണ്ടറിഞ്ഞ് പ്രാണായാമം പഠിപ്പിച്ച് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റിയ പകുതി മാനസിക രോഗികളെ പുറത്തിറക്കാൻ പറ്റും. മനസ്സിൽ മാറ്റം വരുത്താൻ ഇത്രയും നല്ല സിമ്പിൾ ടെക്നോളജി വേറെ ഒന്നുമില്ല. അത് there are different പ്രാണായാംസ്. യോഗ പഠിച്ചവർക്കറിയാം. നമ്മളിപ്പോ ബാലൻസിങ് പ്രാണായാമം ഉണ്ട്, അനുലോമ വിലോമ ബാലൻസിങ് പ്രാണായാമം ഉണ്ട്, ഹീറ്റിംഗ് പ്രാണായാമം ഉണ്ട്, കൂളിംഗ് പ്രാണായാമം ഉണ്ട്. അല്ലെ, ഇങ്ങനെ ഓരോ നമുക്ക് എന്താണോ പർപ്പസ് അതിന് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എപ്പോഴും പറയും, യോഗ എന്ന് പറയുന്നത് ഹയസ്റ്റ് ടെക്നോളജിയാണത്. തന്ത്രശാസ്ത്രത്തിന്റെ ഭാഗമാണ് യോഗശാസ്ത്രം. ഈ തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ടെക്നിക്കാണ്. എവറിങ് ഈസ് എ ടെക്നിക്. യോഗയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു യോഗാസനം എടുത്താലും ശരി, ഒരു പ്രാണായാമം എടുത്താലും ശരി, എവറിഥിങ് ഈസ് ടെക്നിക്. ഓരോന്നും ടെക്നിക്കാണ്. അപ്പൊ നമുക്കൊരു ഇൻഡിവിജ്വൽ പർപ്പസിന് ജനറലായിട്ട് സർവാണിയായിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ യോഗ തെറാപ്യൂട്ടിക്സ് വരുന്നത്. എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ് അല്ലെ, ശാരീരികമായിട്ടും മാനസികമായിട്ടും എവറിബഡി ഇസ് ഡിഫറെന്റ്. അപ്പൊ ഓരോരുത്തർക്കും പറ്റിയ തരത്തിലുള്ള യോഗാസനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇവിടെയാണ് മാനസികമായിട്ടുള്ള ഇതിൽ വരുന്നത്. എന്റെ സമയം അവസാനിച്ചു, 8:02. അപ്പൊ 5 മിനിറ്റും കൂടി എടുക്കാം. എനിക്ക് അപ്പൊ 5 മിനിറ്റും കൂടി പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളെ മെന്റൽ ഹെൽത്ത് എടുത്തു. ഇനി ഇമോഷണൽ ഹെൽത്ത് ആണ് അടുത്തത് പറഞ്ഞത്. ഈ മെന്റൽ ഹെൽത്ത് പറയുമ്പോൾ ശരിക്കും അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇമോഷൻ. ഇമോഷണൽ ഹെൽത്തിന്റെ ഒരു ഏറ്റവും വലിയ അപ്ലൈഡ് ആസ്പെക്ട് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്, enthusiasm to be compassionate. ആ കമ്പാഷൻ വരുമ്പോൾ നമ്മൾക്ക് ആ ഇമോഷണൽ ഹെൽത്ത് ഉണ്ടെങ്കിലേ വരുള്ളൂ. ഈ ഇമോഷണൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് എളുപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി പറയാം. യുവർ മെന്റൽ ഹെൽത്ത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലെഫ്റ്റ് ബ്രെയിൻ. ലെഫ്റ്റ് ബ്രെയിൻ ഈസ് ദ സീറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ലോജിക്കൽ തിങ്കിങ്. ദാറ്റ് ഈസ് മെന്റൽ ഹെൽത്ത്, ലെഫ്റ്റ് ബ്രെയിൻ. ആൻഡ് യുവർ റൈറ്റ് ബ്രെയിൻ ഈസ് ദ സീറ്റ് ഓഫ് ഇമോഷൻസ്. ദയ, കരുണ, ആർദ്രത, സാഹിത്യം, സംഗീതം, സുകുമാരകൾ, ഇതെല്ലാം നമ്മുടെ റൈറ്റ് ബ്രെയിനിന്റെ പണിയാണ്.
അപ്പൊ ഇൻ അതർ വേർഡ്സ് യുവർ ലെഫ്റ്റ് ബ്രെയിൻ ഈസ് ദി IQ ആൻഡ് യുവർ റൈറ്റ് ബ്രെയിൻ ഈസ് ദി EQ. ഇത് IQ, ഇത് EQ. അപ്പൊ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്ന മുഴുവൻ നമ്മൾ IQ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. നല്ല ബുദ്ധിശക്തി, നല്ല ഓർമ്മശക്തി, ഇതൊക്കെയാണ് മൈൻഡിന്റെ. ഇമോഷൻ എന്ന് പറയുന്നത് നേരെ ഇമോഷന്റെ ഒരു ഡെഫിനേഷന്റെ വളരെ റിസൾട്ട്. ഇമോഷൻ ഈസ് നത്തിങ് ബട്ട് എനർജി ഇൻ മോഷൻ. മെന്റൽ എനർജിയാണ് ഇമോഷൻ. ഇതല്ലേ ഒരാളോട് സ്നേഹം തോന്നുക, അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം തോന്നുക, ഇതൊന്നും നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുക, തൂക്കാൻ പറ്റുമോ? 1 കിലോ സ്നേഹം, 1 കിലോ ദേഷ്യം തൂക്കാൻ പറ്റില്ല. ഇമോഷൻസ് ഒക്കെ അത്ര സബ്റ്റിലാണ്. അപ്പൊ യുവർ ലെഫ്റ്റ് ബ്രെയിൻ ഈസ് IQ ആൻഡ് യുവർ റൈറ്റ് ബ്രെയിൻ ഈസ് EQ. നമ്മൾ യോഗ ചെയ്യുന്ന, പ്രത്യേകിച്ച് പ്രാണായാമം ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, അതുകൊണ്ടാണ് നമ്മൾ അനുലോമ വിലോമ പ്രാണായാമത്തിന്റെ പ്രസക്തി അവിടെയാണ് വരുന്നത്. നമ്മള് 2 മൂക്ക് കൂടെ ഇപ്പൊ വലത്തു കൂടെ എടുത്തു, പിങ്കള, ഇത് കൂടെ എടുത്തിട്ട് നമ്മൾ ഇടയിൽ കൂടെ വിടുന്നു, ഇടയിൽ കൂടെ എടുത്തിട്ട് നമ്മൾ പിങ്കളെ കൂടെ വിടുന്നു. ഇതാണ് അനുലോമ വിലോമ പ്രാണായാമം. സിമ്പിൾ പ്രാണായാമത്തിന്റെ ഒരു ഉദാഹരണം പറയാം, ഹൗ ഇറ്റ് അഫക്ട്സ് യുവർ മൈൻഡ് എന്നുള്ളതിന്. അനുലോമ വിലോമ പ്രാണായാമത്തിന് നമ്മൾ ഇടത്തു കൂടെ എടുത്തു, വലത്തു കൂടെ വിടുന്നു. അതിന് പ്രൊപ്പോർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാണ് പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ പല ENT സർജനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ സാർ നമ്മളെ ഭക്ഷണം കഴിക്കുന്ന വായ്ക്ക് 1 ദ്വാരമുള്ളൂ, മൂക്കിന് എന്തിനാ 2 ദ്വാരം? ഇതിനൊരു കാരണം ഉണ്ടാവും അല്ലേ? ഖരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന, ചോറും വെള്ളമൊക്കെ കുടിക്കണ വായ്ക്ക് 1 ദ്വാരമേ ഉള്ളൂ, എന്തിനീ കാറ്റ് പോണ മൂക്കിന് 2 ദ്വാരം ചോദിച്ചാൽ അവിടെയാണ് ഇതൊക്കെ സംഗതികൾ മനസ്സിലാക്കിയിട്ടാണ് 10,000 കൊല്ലം മുമ്പ് ഋഷിവര്യന്മാർ ഈ സാധനം ഉണ്ടാക്കിയത്. നമ്മളെ വലത്ത് മൂക്ക് കൂടിയുള്ള ശ്വാസം നമ്മളെ ഇടത് ബ്രെയിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇടത് മൂക്ക് കൂടെയുള്ള ശ്വാസം നമ്മളെ വലത്തെ ബ്രെയിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. അല്ലേ? ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ അനാറ്റമിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെ ഇടത് ബ്രെയിന് നമ്മളെ വലത്ത് ഭാഗവും വലത് ബ്രെയിൻ നമ്മളെ ഇടത്തെ ഒരു ക്രിസ്ക്രോസ് മെക്കാനിസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ അനുലോമ വിലോമ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ഇടത് കൂടെ പോകുന്ന മൂക്ക് ശ്വാസം വലതേ ബ്രെയിനെയും വലത് മൂക്ക് കൂടെയുള്ള ശ്വാസം ഇടത്തെ ബ്രെയിൻ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ബാലൻസിങ് പ്രാണായാമം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇടത്തു കൂടെ എടുത്ത് വലത്തു കൂടെ ഇട്ട്, വലത്തു കൂടെ എടുത്ത് ഇടത്തു കൂടെ വിടുമ്പോൾ 2 ബ്രെയിനും ബാലൻസ്ഡ് ആവും. ഇൻ അതർ വേർഡ്സ് നമ്മളെ ഇടത് ബ്രെയിനിന്റെ IQവും വലത് ബ്രെയിനിന്റെ EQവും ഡെവലപ്ഡ് ആവും. അപ്പൊ നമ്മളെ ബ്രെയിനിന്റെ ഫങ്ഷൻ ഒന്ന് ബാലൻസ്ഡ് ആവും. അപ്പൊ നമ്മളൊരു നല്ല വ്യക്തി എന്ന് ആരെയാ പറയാ? നല്ല ബുദ്ധിശക്തിയുള്ള മനുഷ്യനല്ല നമ്മൾ നല്ല വ്യക്തി എന്നറിയാം. അവനായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ബുദ്ധിജീവികള്. പക്ഷെ നേരെ മറിച്ച് ഒരു ഇമോഷണൽ കണ്ടന്റ്, നല്ലൊരു ഇമോഷണൽ കണ്ടന്റ്, enthusiasm to be compassionate, അതുള്ള ഒരു വ്യക്തി സാമാന്യ ബുദ്ധിശക്തി ഉണ്ടായാൽ മതി. ബുദ്ധിശക്തി അത്ര അധികം വേണ്ട, ഒരു കോമൺ സെൻസേ വേണ്ടു. പക്ഷെ നല്ലൊരു ഇമോഷണൽ ലെവൽ ഉണ്ടെങ്കിൽ ഹിൽ ബി എൻ എക്സലൻസ്, ഒരു നല്ലൊരു പ്രജയായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ ഇത് നമ്മൾ അനുലോമ വിലോമ പ്രാണായാമം തൊട്ട് ബേസിക് ആയിട്ട് നമ്മൾ സെക്ഷണൽ ബ്രീതിങ് തുടങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അനുലോമ വിലോമ പ്രാണായാമം. ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിന് ബാലൻസ്ഡ് ആവുക. ഓക്കെ, ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിന് ബാലൻസ്ഡ് ആവുന്നതുകൊണ്ട് IQയും EQയും ബാലൻസ് ആവുന്നതുകൊണ്ട് എന്താ ഗുണം? സൈക്കോളജിയിൽ നമ്മൾ SQ എന്ന് പറയും, സോഷ്യൽ കോഷ്യന്റ് എന്നാണ് സൈക്കോളജി പറയുക. പക്ഷെ നമ്മൾ യോഗയിൽ പറയുന്നത് SQന് വേറെ ഡെഫിനേഷനാണ്, സ്പിരിച്വൽ കോഷ്യന്റ്. When your left and right brain, or when your IQ and EQ are getting balanced, you develop an SQ. And what is SQ? SQ is spiritual quotient. Spiritual quotient എന്ന് പറഞ്ഞാൽ എന്താ? ആധ്യാത്മികയുടെ ഒരു അന്തർധാര. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ ഒരു ആധ്യാത്മികത അന്തർധാര. എന്താണ് ആധ്യാത്മികത? നമ്മൾ ഒരുപാട് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, മിക്കവാറും ഇത് കൂടെ വാങ്ങി ഇത് കൂടെ വിട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് ആധ്യാത്മികത? ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണം. നമ്മളിപ്പോ ഒരു യോഗം നടക്കാനുണ്ട്, യോഗത്തിന് ഒരു അധ്യക്ഷനുണ്ടാവും. പക്ഷെ അധ്യക്ഷനാവില്ല, യോഗം വേണമെന്ന് തീരുമാനിച്ചതോ അതിന് വേണ്ട പരിപാടികളൊക്കെ ഒന്നും അവരില്ല. സബ്ജക്ട് മാറ്റർ പറയാനും വേറെ ആളുണ്ടാവും അല്ലെ? ആശംസാ പ്രാസംഗികരുണ്ടാവും, നന്ദി പ്രകാശിക്കാനുള്ള ആൾ, എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ അധ്യക്ഷന് കാര്യമായിട്ട് റോളൊന്നുമില്ല. പക്ഷെ അധ്യക്ഷനാണ് ആ ഫംഗ്ഷന്റെ CEO അല്ലെ? അധ്യക്ഷൻ കയറി യോഗം പിരിച്ചു വിട്ടിരിക്കുന്ന പറഞ്ഞാൽ എല്ലാവരും എണീറ്റ് പോകും. ഇതേമാതിരി നമ്മളെ ഉള്ളിൽ അധ്യക്ഷനായിരിക്കുന്ന ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ആത്മാവ് നിരുപാധികമാണ്, ഒന്നും ചെയ്യില്ല. പക്ഷെ ആത്മാവ് ഉണ്ടെങ്കിലേ ബാക്കി ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി നമ്മളെ ഉള്ളിൽ അധ്യക്ഷനായിരിക്കുന്ന ആത്മാവിനെ പറ്റിയിട്ടുള്ള പഠനം, അതാണ് ആധ്യാത്മികത. ഇതാണ് നമ്മളെ 4 വേദങ്ങളിൽ നിന്നെടുത്ത 4 മഹാവാക്യങ്ങൾ പറഞ്ഞു വെച്ചത്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അടുത്തത് പറഞ്ഞു തത്വമസി, ഡോട്ട് ദാറ്റ്, നിങ്ങളും അത് തന്നെയാണ്. ഇതന്നെയാണ് ആധ്യാത്മിക, വേറെ ഒന്നല്ല. അപ്പൊ എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും ഒന്നാണ്. അതാണ് നമ്മൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആത്മാവാണ്. നമ്മൾ അതിന് നമ്മളൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഉടുപ്പിട്ട മാറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള ശരീരങ്ങൾ ഉണ്ട് എന്നേ ഉള്ളൂ.
അത് മണ്ണിന്ന് വന്നത് മണ്ണിലേക്ക് തന്നെ പോകും. അപ്പൊ നമ്മുടെ ഉള്ളിലെല്ലാം ഇരിക്കുന്ന ആത്മാവ് ഒന്നാണ് എന്നോ ആ ഒരു ബോധം ഇന്റലക്ച്വൽ കൺവിക്ഷൻ അല്ല, റിയലൈസേഷൻ ലെവലിലേക്ക് എത്തണം. അവിടെയാണ് യോഗ സ്കോർ ചെയ്യുന്നത്. ഇമോഷണൽ ലെവലിൽ ഇന്റലക്ച്വൽ കൺവിക്ഷൻ വരാം, അത് അറിവാണ്. ഇന്റലക്ച്വൽ കൺവിക്ഷൻ തിരിച്ചറിവെന്ന് വരുമ്പോഴാണ് നമ്മൾ റിയലൈസേഷൻ ലെവലിലേക്കാണ്. ആ ഒരു റിയലൈസേഷൻ ലെവലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇമോഷണലി യു വിൽ ബി ഓക്കെ. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വേറൊരാളേക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൂട്ടിപ്പോകും. ഒന്ന് പോലീസ് സ്റ്റേഷൻ, ഒന്ന് കോടതി. ഇത് രണ്ടെണ്ണം. പിന്നെ ഇതിന് എന്ത് ഫംഗ്ഷൻ? പിന്നെ നിങ്ങൾക്ക് എതിരായിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞാൻ ഒന്ന് തന്നെ. ഇത് പറയത്തിലല്ല, ആ ഒരു റിയലൈസേഷൻ ലെവലിലേക്ക് വരണം. അത് വരണമെങ്കിൽ എന്ത് വേണം? ഇന്നിപ്പോ ദിവസം എണീറ്റ് കഴിഞ്ഞാൽ 60,000 ചിന്താശകലങ്ങൾ നമ്മളെ ബ്രെയിനിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി ആദ്യമേ പറഞ്ഞു, യോഗ ചിത്തവൃത്തി നിരോധ. യോഗ ചിത്തത്തിലുണ്ടാവുന്ന വൃത്തികള്, മനസ്സിലുണ്ടാവുന്ന ചിന്തകളൊക്കെ അവിടെ അടക്കി സ്റ്റില്ലാക്കുക. അപ്പൊ മനസ്സിലാവും നീ ആരാന്ന്. ഓക്കെ, നീ ആരാന്ന് പണ്ട് കുതിരോട്ടം പപ്പു ചോദിച്ച മാതിരിയാണ്, താൻ ആരെന്ന് താൻ അറിയില്ലെങ്കിൽ താൻ എന്നോട്. ഓക്കെ, അപ്പൊ എനിക്ക് അനുഭവിച്ചതിന് 10 മിനിറ്റ് അധികമായി. അപ്പോ ഇവിടെ വന്ന് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനുള്ള ഈ അവസരം ഒരുക്കി തന്ന സംഘാടകരും ലക്ഷ്മി ദീദിയോടും സുധാകർജി മറ്റിവിടെ ഇതിനുവേണ്ടി ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് ഇതിനുള്ള ഏർപ്പാടുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ക്ഷമയോടുകൂടി ഇത് കേട്ടിരുന്ന് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം. യോഗ എന്ന മഹാശാസ്ത്രത്തെ കുറിച്ച് നമ്മുടെ ചുരുങ്ങിയ ഈ സമയം കൊണ്ട് അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നും നമ്മളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും എങ്ങനെ അത് കൊണ്ടുപോകണമെന്നും ഒരു സംക്ഷിപ്തമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ച നമ്മുടെ ഡോക്ടർ ആത്മദേവ് സാറിനെ ഞങ്ങളുടെ അകമഴിഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഇനി അദ്ദേഹത്തിനുള്ള ഒരു ഉപഹാര സമർപ്പണമാണ്. അതിനായിട്ട് ആദരണീയ ലക്ഷ്മി ദീദിയെയും സാറിനെയും ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി സാറിനെയും ക്ഷണിക്കുന്നു.